സോ ഇന്ന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ ടോപ്പിക്, മോഡേൺ ഫിസിക്സിന്റെ ഭാഗമായിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഭാഗത്തേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം ഞാൻ രണ്ടുപേര് നടത്തിയിട്ടുള്ള കമൻസ് ആദ്യം ഇവിടെ കാണിക്കുകയാണ്. ഓക്കെ, ഒന്ന് ഫേമസ് ആയിട്ടുള്ള റിച്ചാർഡ് ഫെയ്മൻ. ഓക്കെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഐ തിങ്ക് ഐ ക്യാൻ സേഫ്ലി സേ ദാറ്റ് നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്. ആർക്കും ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹം ബോൾഡായിട്ട് പറയുകയാണ്. ഓക്കെ, ആൻഡ് ഐൻസ്റ്റീൻ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഇഫ് ക്വാണ്ടം തിയറി ഈസ് കറക്റ്റ്, it signifies the end of physics as a science. ക്വാണ്ടം മെക്കാനിക്സ് കറക്റ്റ് ആണെങ്കിൽ ആസ് എ സയൻസ്, ഒരു സയൻസ് എന്ന നിലയിൽ ഫിസിക്സ് പരാജയപ്പെടും. ഫിസിക്സ് എക്സിസ്റ്റ് ചെയ്യും, ബട്ട് ആസ് എ സയൻസ് എങ്ങനെ പരാജയപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് സയൻസ് എന്ന നിലയിൽ അത് പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് സയൻസ്? സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസ്ഡ് ഓൺ ഫാക്ട്സ് അല്ലേ, നമുക്ക് നമ്മുടെ സെൻസിന് നമുക്കത് ഫീൽ ചെയ്യണം, ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, അങ്ങനെ ട്രൂ ആണെങ്കിൽ നമുക്കത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് വെച്ചിട്ടും ആൻഡ് ബൈ ഒബ്സർവേഷൻ വെച്ചിട്ടും നമുക്ക് അത് നമുക്കത് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്താലാണ് നമ്മൾ അതിനെ ഒരു സയന്റിഫിക് തിയറി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ക്വാണ്ടം തിയറിക്ക് അങ്ങനെ ചില പോരായ്മകളുണ്ട്. ഓക്കെ, നമുക്കത് ഫീൽ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, അതായത് നമ്മുടെ സെൻസ് ഓഫ് തിങ്കിങ്ങിൽ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡാണ്. അതുകൊണ്ടാണ് ആസ് എ സയൻസ് ഇത് ഫെയിൽ ആവും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത് ഈ കമന്റിലേക്ക് നമുക്ക് വരാം, പിന്നീട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാണ്ടം തിയറിയുടെ ഈ ഒറിജിന് എങ്ങനെയാണെന്നുള്ളത് ആദ്യം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് 18th സെഞ്ചുറിയുടെയൊക്കെ അവസാനം ബൈ 1890. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ കയ്യിലുള്ള ഫിസിക്സിലെ ലോസ് എന്ന് പറയുന്നത് ഒന്ന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. ഓക്കെ, പിന്നെ മാക്സ്വെൽസിൻ്റെ EM തിയറീസ്. ഓക്കെ, മാക്സ്വെൽസിൻ്റെ ബേസിക് EM ഇക്വേഷൻസ് 4 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇലക്ട്രോ ഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഡിഫറെൻ്റ് ഏരിയാസ് നമ്മൾ കവർ ചെയ്തു. പിന്നെ ഉള്ളത് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, തെർമോഡൈനാമിക്കൽ ലോസ്, തെർമോഡൈനാമിക്സും. അപ്പം ഈ ബ്രാഞ്ചുകളൊക്കെ ഈ 18th സെഞ്ചുറിയുടെ അവസാനമായപ്പോഴേക്ക് മാക്സിമം വളർന്നു. ഓക്കെ, അപ്പോൾ ഈ ലോസ് മുഴുവനും ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിസിക്സിലെ ഏത് ഇവൻറ്റും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഈ 18th സെഞ്ചുറിയുടെയൊക്കെ അവസാനം. അതുകൊണ്ട് തന്നെ ഫിസിക്സ് കംപ്ലീറ്റ് ആയി, ഫിസിക്സ് പൂർണ്ണമായി എന്നുള്ളത് സയന്റിസ്റ്റുകളൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷെ അതിനുശേഷമാണ് നമുക്ക് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെന്റ് വരുന്നത്. ഓക്കെ, ബ്ലാക്ക് ബോഡി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലൈറ്റ് അതിൽ വീണ് കഴിഞ്ഞാലും അതിൽ അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്, ഒരു ബ്ലാക്ക് ബോഡി എല്ലാത്തരം ഫ്രീക്വൻസീസ്, സോ നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എടുക്കുകയാണെങ്കിൽ അതിൽ ലോ ഫ്രീക്വൻസി തൊട്ട് ഏറ്റവും ഹൈ ഫ്രീക്വൻസി, ഓക്കെ, ഹൈ വേവ് ലെങ്ത് ഒക്കെ ഉള്ള ഈ ഡിഫറെൻ്റ് വേവ് ലെങ്ത് ഉള്ള എമിഷൻസ് ആണ് നടത്തുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ബോഡി ഡിഫറെൻ്റ് വേവ് ലെങ്ത് ഉള്ള, അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ബോഡിയുടെ എമിഷൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻ്റ് വേവ് ലെങ്ത്തുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ ഡിഫറെൻ്റ് വേവ് ലെങ്ത് ഇതിൽ നിന്ന് വരുന്നു എന്നുള്ളത്
കുറേ സയൻറ്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ കണ്ടത്, അതായത് അപ്പോഴേക്കും നമ്മുടെ ഈ നമുക്കറിയാം ഈ മെറ്റീരിയലിൽ കംപ്ലീറ്റ് ആറ്റംസ് ആണ്. ഓക്കെ, ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആറ്റംസിൽ ആറ്റോമിക് വൈബ്രേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആറ്റോമിക് വൈബ്രേഷന്, അപ്പോൾ അന്നത്തെ കാലത്ത് അത് വിശ്വസിച്ചത് ആറ്റോമിക് വൈബ്രേഷന്, ഈ ആറ്റോമിക് വൈബ്രേഷൻ എല്ലാം ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ്. ഡിഫറെൻറ്റ് ആറ്റം വിത്ത് ഡിഫറെൻറ്റ് ആറ്റോമിക് വൈബ്രേഷൻസ്. ഓക്കെ, എല്ലാ ഏരിയകളിലുള്ള എല്ലാ ആറ്റോമിക് വൈബ്രേഷനും യുണീക്ക് അല്ല. അതുപോലെ ഒരു ബോഡിക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസിന്, ഓക്കെ, പ്രോട്ടോൺസിന്, ഇവക്കൊക്കെ കൈനറ്റിക് എനർജി കിട്ടുന്നു. അതുകൊണ്ട് അവയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ, എല്ലാ പാർട്ടിക്കിൾസും ഡിഫറെൻറ്റ് പിന്നെ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയൊക്കെ എമിറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ് എന്നുള്ള ഒരു അസംഷനിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇതിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, വീൻ അതിൻ്റെ ഒരു സ്പെക്ട്രം, അതിനൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, വീൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഈ വേവ് ലെങ്ത്തും, ഇപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷന്, ബ്ലാക്ക് ബോഡി പുറത്തേക്ക് വിടുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഇൻറ്റൻസിറ്റിയും തമ്മിൽ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കർവ് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെ ഒരു കർവ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഇവിടെ അദ്ദേഹം ഇവിടെയാണ് 400, ഇവിടെയാണ് 700. ഓക്കെ, ഈ വിസിബിൾ റേഞ്ചിലുള്ള ഈ ഒരു, ഇവിടെയാണ് വിസിബിൾ റേഞ്ചിലുള്ള വേവ് ലെങ്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിന് പീക്കായിട്ട് കാണാൻ പറ്റി. ആൻഡ് ബിലോ ദിസ് ഇൻറ്റൻസിറ്റി വെരി ലെസ് ആണെന്ന് കണ്ടു. പക്ഷേ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, അപ്പോൾ അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ള ലോസ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു കർവാണ് കിട്ടിയത്. പക്ഷേ അതിനുശേഷം റെയ്ലീഫ് ആൻഡ് ജീൻ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകൾ, റെയ്ലീഫ്, ജീൻ, ഓക്കെ, ഇവർ രണ്ടുപേരും ഇതിനെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഗ്രാഫിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക് ബിഹേവിയർ, അതായത് ഒരു ലൈറ്റ് ഒരു ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ തിയറിയും അതുപോലുള്ള തെർമോഡൈനാമിക്സ് സ്പെസിഫിക് ഹീറ്റ് തിയറിയും എല്ലാം കൂട്ടിണക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയും ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും അപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് ഈ ഗ്രാഫ് ഇങ്ങനെ ലോവർ വേവ് ലെങ്ത്തിൽ ഇത് പാലിക്കപ്പെടുന്നുണ്ട്. ലോവർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഈ ഗ്രാഫ് ഇങ്ങനെ ഹൈ ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അവർക്ക് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അറ്റ് ഹയർ വേവ് ലെങ്ത്തിൽ ഇത് ഈ ഗ്രാഫ് ഇങ്ങനെ വരുന്നില്ല എന്നുള്ളത് അവർക്ക് അത് കണ്ടെത്തി. ഓക്കെ, അത് കണ്ടെത്തിയപ്പോൾ വീണ്ടും ഈ സയൻറ്റിഫിക് ഡിസ്കഷൻസ് ഒക്കെ വരികയും, അപ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാതെ കുറച്ച് കാലം ഇങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ അതിനുശേഷമാണ് പിന്നെ മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ, ഇതൊരു ക്വാണ്ടം മെക്കാനിക്സ് അല്ല, ഇറ്റ് ഈസ് എ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാക്സ് പ്ലാങ്ക് എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, മാക്സ് പ്ലാങ്ക് വിചാരിച്ചു ഇങ്ങനെ ആറ്റംസും ഒക്കെ ഇലക്ട്രോൺസും പാർട്ടിക്കിൾസും ഒക്കെ ഇങ്ങനെ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നാണ് അതുവരെ. അതായത് ഇപ്പോൾ നമുക്കിപ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് വിത്തിൻ എ സോളിഡ് പോസിബിൾ ആണ്. ബിക്കോസ് എല്ലാ ആറ്റംസും ഇലക്ട്രോൺസും അതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, പക്ഷേ മാക്സ് പ്ലാങ്ക് വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല ഓസിലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു എനർജി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സം, അതിൻ്റെ എനർജി ഓഫ് ഓസിലേഷൻ പ്രൊപ്പോർഷണൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു, അതിനാണ് പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു
സം കോൺസ്റ്റന്റ് ഇൻറ്റു സം ഫ്രീക്വൻസി. ഓക്കെ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതൊരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ന്യൂ ആയിട്ടാണെന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1h ന്യൂ, 2h ന്യൂ, 3h ന്യൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി ദാറ്റ് ഈസ് കം ഔട്ട് ഓഫ് സോളിഡ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ദീസ് നെറ്റ് അവൈലബിൾ എനർജി ആയിരിക്കും എന്നാണ് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത്. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞത് ആ ഓസിലേറ്റർ, അതായത് സോളിഡിനകത്തുള്ള ഈ ഓസിലേറ്റർ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രീക്വൻസി വെച്ചിട്ടാണ്. അങ്ങനെ എല്ലാ പോസിബിൾ വൈബ്രേഷനും, അതായത് ഇപ്പം ഫ്രാക്ഷൻ അങ്ങനെയല്ല, ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ്, ക്വാണ്ടൈസ്ഡ് ആയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെങ്കിലും പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ അപ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് സ്റ്റഡി വരുന്നത്, ഫോട്ടോ ഇലക്ട്രിക് സ്റ്റഡി. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇവിടെ മെറ്റീരിയൽ അല്ല ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഓസിലേഷൻ്റെ ഇതിൻ്റെ പ്രോബ്ലം, ഈ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി പുറത്തു വിടാൻ കാരണം അതിൻ്റെ കാരണക്കാരൻ ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിലുള്ള എനർജിയാണ് ക്വാണ്ടൈസ്ഡ് എന്നുള്ളത് ആര് പറഞ്ഞു? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര പാക്കറ്റുകൾ, ഇതിലുള്ള എനർജിയെ നമുക്ക് പാക്കറ്റ്സ് ഓഫ് എനർജി, പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സ്മോൾ സൈസിലേക്കും മാറ്റാം. അത്രയും പാക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂവിൻ്റെ പാക്കറ്റ് ഉണ്ടാവാം, അത് തൊട്ട് NH ന്യൂവിൻ്റെ പാക്കറ്റ് ഉണ്ടാവാം. അത്രയും പോസിബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി കൂടുന്നതാണ് എന്തെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്നിട്ട്, ഓക്കെ, അപ്പോൾ ഒരു എമിഷൻ, ഇതിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ് ഉള്ള പാക്കറ്റ്സുകളുണ്ട്. ഓക്കെ, NH ന്യൂ ടൈംസ് ഉള്ള. ഓക്കെ, അപ്പോൾ ആ പാക്കറ്റ്സുകൾ ഓരോ ഇതിലും ഓരോ ആറ്റത്തിലും വന്ന് ഇടിക്കുമ്പോൾ അവ തമ്മിൽ എമിറ്റ് ചെയ്യുന്ന, ഓക്കെ, എനർജി അബ്സോർബ് ചെയ്തിട്ട് എമിറ്റ് ചെയ്യുന്ന ആ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും എന്തായിരിക്കും? അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആറ്റോമിക്കൽ, പിന്നെ ഇതിനെ നമുക്ക് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ത്രഷോൾഡ് ഫ്രീക്വൻസി ഒക്കെ വെച്ചിട്ട്, ഇപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് എച്ച് ന്യൂ ആണെങ്കിൽ, ത്രഷോൾഡ് ഫ്രീക്വൻസി Hν0 ആണെങ്കിൽ, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ½ mv², ഇത് കൈനറ്റിക് എനർജി ആവും. സോ ഇതൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ ആസ് എ ഒറിജിൻ ഓഫ് ക്വാണ്ടം തിയറി ഇതൊക്കെ നമുക്ക് സിലബസിൽ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പ്രോബ്ലങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഇങ്ങനെയാണ്. അപ്പം ഈ ഐൻസ്റ്റീന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അവിടെയും പ്രോബ്ലങ്ങൾ തീർന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങളിൽ നിന്നുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഇനി ഐൻസ്റ്റീൻ തിയറി തൊട്ട് നമ്മൾ വീണ്ടും തോമസ് യങ്ങിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് വരും. അവിടെ വീണ്ടും പ്രോബ്ലങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തോമസ് യങ്ങിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് വരും. അവിടെ കണ്ട പുതിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഇലക്ട്രോണിന്, ഇലക്ട്രോൺ നമ്മൾ ഫോട്ടോൺസിന് എന്ത് ചെയ്തു? 2 സ്ലിറ്റിലൂടെ ഒരു ഇൻ്റർഫറൻസ് സ്ക്രീനിലേക്ക് നമ്മൾ അയക്കുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രോണിനെ അയക്കുന്നു. അപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ചില നമുക്ക് നമ്മുടെ അനുഭവം കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു തിയറി, അതിനുശേഷം സ്റ്റെൻ ഗെർലാച്ച് എക്സ്പെരിമെൻ്റ് വന്നു. അപ്പോൾ അതും എന്ത് ചെയ്തു? ഈ പിന്നെ നമ്മുടെ തോമസ് യങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട്, ഓക്കെ, അവിടെയും കണ്ട അതേ പ്രതിഭാസം. അപ്പോൾ ഇതൊക്കെ, ഈ ഒരു ഫിനോമിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു പുതിയ ബ്രാഞ്ച്, ഓക്കെ, പുതിയൊരു ബ്രാഞ്ച് വേണം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ട് നമ്മൾ പുതിയൊരു ബ്രാഞ്ചിനെ കുറിച്ച് ചിന്തിച്ചെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഇപ്പോഴുള്ള ഈ ഫസ്റ്റ് തിയറി മോഡുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ E= നമ്മൾ എനർജി hν ആണെങ്കിൽ μ= c/λ. അതൊക്കെ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ എനർജി ബൈ c ആണ്, hν/c, h/λ. ഇതൊക്കെ നമ്മൾ
ഇലക്ട്രോ ഡൈനാമിക്സിൽ നമ്മൾ പരിചയപ്പെട്ട ഇക്വേഷനാണ്. ആൻഡ് ഡൈനാമിക് കൈനറ്റിക് മാസ് ഓഫ് ഫോട്ടോൺ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ എനർജി, അതായത് ഒരു ഫോട്ടോണിൻ്റെ എനർജി h ആണ്. സോ ഇൻ മോഷൻ ഇറ്റ്സ് എനർജി mc² ആണ്. സോ ഇതിൻ്റെ കൈനമാറ്റിക് മാസ് എന്ന് പറയുന്നത് നമുക്ക് h/c². ഓക്കെ, ഇക്വേറ്റ് ചെയ്യാം. ന്യൂക്ക് നിങ്ങൾക്ക് c/λ എന്ന് കൊടുക്കാം. സോ ഇതിനെ h/c λ എന്നൊക്കെ എഴുതാം. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഞാൻ പറഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമുക്ക് ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമ്മളൊരു ലൈറ്റ് ഓഫ് എനർജി hν വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിൽ hν0, ദാറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ. ദ റിമൈനിങ് എനർജി ദാറ്റ് ഈസ് കൺവേർട്ടഡ് ആസ് കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ hν = hν0 + ½mv². ഇനി ഇതിനെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ്, ഇതിനെ നമുക്ക് c/λ, അതിനെ c/λ0 എന്നൊക്കെ എഴുതാം. ത്രെഷോൾഡ് വേവ് ലെങ്ത്തിലേക്കൊക്കെ മാറ്റിയെടുക്കാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേഷൻസ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇനി അതുപോലെ അവിടെ വരുന്നൊരു ഇതാണ്, അതായത് ഇപ്പോൾ hν ഇവിടെ വന്നു, ഇവിടെ hν0 ഉപയോഗിച്ചു, ഇവിടുന്ന് ½ mv² കൈനറ്റിക് എനർജിയുള്ള ഒരു ഇലക്ട്രോൺ പോകുന്നു. അപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഒരു കൈനറ്റിക് എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ, ഓക്കെ, ഒരു റിവേഴ്സ് പൊട്ടൻഷ്യൽ കൊടുക്കണം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസ് നമുക്ക് ഓപ്പോസിറ്റ് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ v0 ആണെങ്കിൽ ½ mv² ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ev0 എന്ന് പറഞ്ഞ എനർജി നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് മീൻസ് hν = hν0 + ev0. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ടേമിലും ഒരു ഇക്വേഷന് നമുക്ക് എഴുതാം. പിന്നെ ഡ്യൂറിങ് ദ കാൽക്കുലേഷന് ഏത് പ്രോബ്ലം വരികയാണെങ്കിലും hcക്ക് നിങ്ങൾ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ എന്നുള്ള വാല്യൂ സ്വീകരിക്കുക. hc പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും c ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതിന് പകരം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി ആ കൈനറ്റിക് എനർജി മാക്സിമം, ഓക്കെ, ½ mv മാക്സിമം hν - hν0 എന്ന് പറഞ്ഞാൽ റീഅറേഞ്ച് ചെയ്തിട്ട് v മാക്സിമം ഒക്കെ കണ്ടെത്താവുന്നതാണ്. അതിൽ ന്യൂക്ക് c/λ, ν0ക്ക് c/λ0 എന്നൊക്കെ കൊടുത്തിട്ട് ഇക്വേഷൻ ഈ രീതിയിലൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോബ്ലത്തിലെ നമുക്കതൊക്കെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഫോട്ടോ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഒരു കൈനറ്റിക് എനർജിയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ചാർജ് ഫ്ലോ, ദാറ്റ് ഈസ് എ കറണ്ട് ആണ്. ആ കറണ്ട് എങ്ങനെ, കറണ്ടും ഇൻറ്റൻസിറ്റിയും തമ്മിൽ എങ്ങനെ, അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യും? ഇത് ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ, ഇത് ഇൻറ്റൻസിറ്റി, ദിസ് ഈസ് ഫോട്ടോ കറണ്ട് ആണ്. അപ്പോൾ അത് പ്രൊപ്പോർഷണലാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്ര ഫോട്ടോൺ വന്ന് വീഴുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവാണ് എന്ത്? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ കറണ്ട്, സോ ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാത്തത്. അതുപോലെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എൻറ്റയർലി ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫ്രീക്വൻസി ആണല്ലോ എനർജി. ഓക്കെ, അപ്പോൾ hν വന്നു, hν0 ഇവിടെ അബ്സോർബ് ചെയ്തു, ബാക്കിയുള്ള എനർജി ഇവിടെയൊക്കെ എത്ര വരുന്നു, ഓക്കെ, ½ mv² എത്ര വരുന്നു തീരുമാനിക്കുന്നത് ആരാണ്? ഈ വരുന്ന എനർജിയാണ്. ഓക്കെ, ഈ ത്രെഷോൾഡ് എനർജി കഴിഞ്ഞാൽ ബാക്കിയുള്ള എനർജിയാണ് ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് ഈ വരുന്ന ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഫോട്ടോ കറണ്ടിൻ്റെ അളവിനെ ഇൻറ്റൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എനർജി ഓഫ് ദ മൂവിങ് ഇലക്ട്രോൺ. പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യും. എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. ആ പർട്ടിക്കുലർ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും പിന്നെ ഫ്രീക്വൻസിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ν2 >
ന്യൂ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ കൊടുക്കേണ്ടി വരും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് വീണാൽ. ഓക്കെ, അതുപോലെ ആ ടൈമിൽ തന്നെ നടന്ന ആ കാലഘട്ടത്തിൽ തന്നെ നടന്ന മറ്റൊരു എക്സ്റേയുടെ ഡിറ്റക്ഷൻ. എക്സ്റേ എങ്ങനെയാണ്, അതായത് ഫാസ്റ്റ്ലി മൂവിങ് ഇലക്ട്രോണ് മെറ്റീരിയൽസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, മെറ്റൽസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന EM വേവ്, ദാറ്റ് ഈസ് എക്സ്റേ. ഓക്കെ, ഈ എക്സ്റേൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അതായത് ലൈറ്റ് വന്ന് ഇടിച്ചു, ഓക്കെ, ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻറ്റ് റേ, ഓക്കെ, ഇലക്ട്രോൺസ് വന്ന് ഇടിച്ചു, അപ്പോൾ ഇൻറ്റൻസിറ്റി പുറത്തേക്ക് പോകുന്ന ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, എമർജൻറ്റ് എക്സ്റേസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, I0 e⁻⁻⁻x ആണ്. ഓക്കെ, I0 e⁻⁻⁻x ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേസ് ആർ അബ്സോർബ്ഡ് വെൻ ദേ ആർ ഇൻസിഡൻറ്റ് ഓൺ ദ സബ്സ്റ്റൻസ് ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻറ്റ് എക്സ്റേ. അതായത് ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ, ഓക്കെ, ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് ദ പുറത്തേക്ക് പോയ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് I'. ഓക്കെ, അപ്പോൾ I' എന്ന് പറയുന്നത് എന്തായിരിക്കും, I0 - I. ഓക്കെ, അപ്പോൾ I എന്ന് പറയുന്നത് എന്താണ്, I എന്ന് പറയുന്നതാണ് I0 e⁻⁻⁻x. ഓക്കെ, അപ്പോൾ അബ്സോർബ്ഡിൻ്റെ ഇൻറ്റൻസിറ്റി ആണ്. ഓക്കെ, എക്സ്റേസ് ആർ അബ്സോർബ്ഡ് വെൻ ദേ ആർ ഇൻസിഡൻറ്റ് ഓൺ ദ സബ്സ്റ്റൻസ് ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻറ്റ് എക്സ്റേ. അതായത് ഈ I ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ I0 - I'. അതായത് ഇങ്ങോട്ട് പോയത് I, നമുക്ക് ഇങ്ങോട്ട് വന്നത് ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി I0. അപ്പോൾ I0 - I' കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അബ്സോർബ് ചെയ്തതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടും. അപ്പോൾ ഇൻറ്റൻസിറ്റി ജനറലി കാണാനുള്ള ഇക്വേഷനാണ് I0 e⁻⁻⁻x. മ്യൂ എന്ന് പറയുന്നത് എന്താണ്, അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ്. അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഏരിയയിൽ നിന്ന് പ്രോബ്ലമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്. അതുപോലെ ഈ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഓക്കെ, ദാറ്റ് ഈസ് അത് മ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേവ് ലെങ്ത്തിൻ്റെ ക്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി ഓഫ് എക്സ്റേ അതിൻ്റെ ക്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ ആറ്റോമിക് നമ്പർ ഓഫ് ടാർഗറ്റ്, നമ്മൾ ഏത് മെറ്റലിലാണ് വന്ന് ഇടിച്ചിട്ടാണ് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ടാർഗറ്റിൻ്റെ ആറ്റോമിക് നമ്പറിൻ്റെ പവർ അത്രയും ⁻⁴ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി അതുപോലെ തന്നെ എക്സ്റേയുമായി കണക്ട് ചെയ്തിട്ടുള്ള അടുത്തൊരു ലോ ആണ് മോസ്ലീസ് ലോ. മോസ്ലീസ് ലോ എന്ന് പറയുന്നത് ഫ്രീക്വൻസി, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോൺസ് വന്നിടിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ സ്പെക്ട്രം, ഔട്ട്സൈഡ് വരുന്ന ആ എക്സ്റേ സ്പെക്ട്രം, ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്ക്വയർ ഓഫ് ദ ആറ്റോമിക് നമ്പർ ആണെന്നാണ് പറയുന്നത്. സോ ഇത് ന്യൂ മിനിമം എന്ന് പറയുന്നത് ഓക്കെ R ഇൻറ്റു സം കോൺസ്റ്റൻറ്റ് A ഇൻറ്റു Z - സിഗ്മ ദ ഹോൾ സ്ക്വയർ ഇതാണ്. ഓക്കെ, ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് കോൺസ്റ്റൻ്റ് ആണ്, A എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, Z എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ഓഫ് ദ ടാർഗറ്റ് ന്യൂക്ലിയസ്. ഓക്കെ, ടാർഗറ്റ് ന്യൂക്ലിയസിൻ്റെ, അതായത് ഏത് മെറ്റലിലാണ് വന്നിട്ടിരിക്കുന്നത് ഇലക്ട്രോൺസ്, അതിൻ്റെ ആറ്റോമിക് നമ്പറാണ്. R എന്ന് പറയുന്നത് റിഡ്സ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, റിഡ്സ്ബർഗ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഈ ഫോർമുലകൾ ഓർത്തു വെക്കുക. ഈ ഫോർമുലകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ, ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് എക്സ്റേ ഫോളോസ് ദ എക്സ്പോണൻഷ്യൽ ലോ, I = I0 എക്സ്പോണൻഷ്യൽ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മ്യൂ പറയുന്നത് എന്താണ്, അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അതുപോലെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിൻ്റെ ഉപയോഗിച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ മറ്റൊരു ഇഫക്റ്റാണ് കോംപ്റ്റൺ സ്കാറ്ററിങ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫൈറ്റിലൂടെയൊക്കെ, അതായത് ഗ്രാഫൈറ്റിലൂടെയൊക്കെ ഈ ലൈറ്റ്
കടത്തി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈറ്റ് വേവ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ലൈറ്റ്, ഇതിൻ്റെ എമർജൻറ്റ് റേ നോക്കിക്കണ്ടപ്പോൾ ഇതേ ഇൻസിഡൻ്റ് ഉള്ള ഒരു വേവ് കണ്ടു. ലാംഡ വന്നു കഴിഞ്ഞാൽ ലാംഡ എന്ന് പറഞ്ഞിട്ടൊരു ലാംഡ ഫ്രീക്വൻസി, ലാംഡ വേവ് ലെങ്ത് ഉള്ള എമർജൻറ്റ് ഇതിൽ 2 ലൈറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഒന്ന് ലാംഡ ആസ് സെയിം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് വേവ്, ഇൻസിഡൻറ്റ് വേവിൻ്റെ അതേ ലാംഡ ഉള്ള ഒരു വേവ് പുറത്തു പോകുന്നുണ്ട്. അതിനേക്കാൾ വേവ് ലെങ്ത് കൂടിയ ഒരു വേവും പുറത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു ലാംഡ മൈനസ് ലാംഡ ഡാഷ്, ഓക്കെ, അല്ലെ ലാംഡ ഡാഷ് ആണ് കൂടുതൽ. സോ ലാംഡ ഡാഷ് മൈനസ് ലാംഡ, ഷിഫ്റ്റ് ഇൻ വേവ് ലെങ്ത്. ഓക്കെ, ഈ രണ്ട് പുറത്തേക്ക് വന്ന 2 വേവിൻ്റെയും വേവ് ലെങ്ത്തുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് h/m0 ഇൻറ്റു h/m0c ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ. ഓക്കെ, അപ്പോൾ ഇത് കോസ് ഫൈ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇടിച്ചു, ഇത് കറക്റ്റ് ഇങ്ങനെ നേരെയല്ലേ പോകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ലൈനുമായിട്ട് ഈ എമർജൻറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്റ്റൺ ഷിഫ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ h/m0c നമ്മൾ കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് പറയും. ഓക്കെ, h/m0c പറയുന്ന പേരാണ് കോംപ്റ്റൺ വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത്. ഓക്കെ, h/m0c. അപ്പം കോസ് ഫൈ എന്താണ്? ഫൈ ഇസ് ദ ആംഗിൾ ഓഫ് സ്കാറ്ററിങ് വിത്ത് ദ ഇൻസിഡൻറ്റ് ലൈന് സ്കാറ്റേർഡ് ബീം ഉണ്ടാക്കുന്ന, സ്കാറ്റേർഡ് ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ, ഇതൊന്നും നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ അത്രയും ഇതല്ല. എന്തായാലും ഒറിജിൻ ഓഫ് ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റ്. അപ്പം ഇതിങ്ങനെ തിയറികൾ ഇങ്ങനെ പലതും പല എക്സ്പെരിമെൻറ്റേഷനും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ വന്നിട്ടുള്ളൊരു തിയറിയാണ് ഡേവിസൺ. ഇത് ശരിക്കും ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസിന് ശേഷം വന്നിട്ടുള്ളൊരു തിയറിയാണ്. സോ നമ്മൾ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസിലേക്ക് ഇതിന് ശേഷം വരും. ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്, ഡി ബ്രോഗ്ലി അതിനുശേഷം ഇലക്ട്രോൺ ഒരു വേവ് നേച്ചറാണ്, ഇലക്ട്രോൺ ഒരു വേവ് ക്യാരക്ടർ ഉണ്ട്, എനി മൂവിങ് പാർട്ടിക്കിളിന് ഒരു വേവ് ക്യാരക്ടർ ഉണ്ടെന്ന് ഡി ബ്രോഗ്ലി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡി ബ്രോഗ്ലി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അപ്പോൾ ഒരു വേവിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഒരു പാർട്ടിക്കിളിന് വരുന്നുള്ള അവസ്ഥയിലെത്തി. ഓക്കെ, അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഡേവിസണും ജെർമറും എന്ന് പറഞ്ഞിട്ടുള്ള 2 സയൻറ്റിസ്റ്റുകൾ അവരൊരു എക്സ്പെരിമെൻ്റ് നടത്തി. എക്സ്പെരിമെൻ്റ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കൽ ക്രിസ്റ്റലിൽ അവർ ഇലക്ട്രോൺസിനെ വന്ന് ഇടിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് അവർ 2 ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ലാംഡ സിക്കൽ ടു h/mv. ഓക്കെ, ഈ h/mv ഇതിനെ നമ്മൾ ½ mv² ഒരു ഇലക്ട്രോൺ ഗണ്ണെന്നാണ് നമ്മൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എനർജി EV ആണെങ്കിൽ, സോ ഈ V0 എന്ന് പറഞ്ഞ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ½ mv² എന്ന് പറയുന്നത് EV0 ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് വെലോസിറ്റി ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും? v = √2eV0/m. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് h/m × √2eV0/m. ഈ ഇക്വേഷന് നമ്മൾ വെലോസിറ്റി കാണുന്നു, വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലാംഡയ്ക്ക് h/√2m eV0 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എമ്മും വെട്ടി പോയിട്ട് റൂട്ട് വരും, ആ എം അകത്തോട്ട് കയറും. ഓക്കെ, ഇങ്ങനെ ഒരു വേവ് ലെങ്ത് അപ്ലൈഡ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇവരൊരു വേവ് ലെങ്ത് മെഷർ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇവർ ഇങ്ങനെ വേവ് ലെങ്ത് മെഷർ ചെയ്തു. ഡി ബ്രോഗ്ലി പറഞ്ഞു ദർ ഈസ് എ വേവ് നേച്ചർ. അപ്പോൾ ആ വേവ് നേച്ചർ ഉണ്ടോ എന്ന് തെളിയിക്കണമല്ലോ. പിന്നെ ബ്രാഗ്സ് ലോന്റെ ഇക്വേഷൻ, ബ്രാഗ്സ് ലോ എന്ന് നമ്മൾ ക്രിസ്റ്റൽ ഫിസിക്സിൽ നമ്മൾ n λ = 2d sin θ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ബ്രാഗ്സ് ലോ തിയറിയൊക്കെ ആ സമയത്ത് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് n λ = 2d sin θ വെച്ചിട്ട് നിക്കൽ ക്രിസ്റ്റലിന്റെ ഇന്റർ ആറ്റോമിക് സ്പേസിങ്
ഡി എത്രയാണെന്ന് അറിയാം. അവർ പീക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, മാക്സിമം പീക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്കാറ്ററിങ് ആംഗിള് ഫസ്റ്റ് ഓർഡർ സ്കാറ്ററിങ് കൺസിഡർ ചെയ്യപ്പോൾ N1 എടുത്തിട്ട് ലാംഡയും കണ്ടു. ഓക്കെ, ഇങ്ങനെ രണ്ട് മെത്തേഡിൽ നിന്നും ലാംഡ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ലാംഡ സെയിം കിട്ടി. സെയിം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീബ്രോളി വേവ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന് വേവ് ലെങ്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം വേവ് ക്യാരക്ടറിനെ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡീബ്രോളി ഹൈപ്പോത്തസിസ്. അപ്പോൾ ഡീബ്രോളി ഹൈപ്പോത്തസിസ്, ഡീബ്രോളി എന്ന് പറയുന്നത് ഡീബ്രോളിയുടെ സിമ്പിൾ തിയറിയാണ്. ഓക്കെ, ഡീബ്രോളി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ദാറ്റ് ബിഹേവ്സ് ലൈക്ക് എ വേവ്. പക്ഷേ ആ ടൈമിൽ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡീബ്രോളിക്ക് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റിന്ന് ഈ വേവിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഡീബ്രോളിക്ക് ആറ്റോമിക് ലെവലിൽ പ്രൂവ് ചെയ്യാൻ പറ്റി. ആറ്റോമിക് ലെവലിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വേവ് നേച്ചർ ആണെങ്കിൽ, ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ആണെങ്കിൽ ഒബ്വിയസ്ലി അത് ഇങ്ങനെ ഒരു വേവ് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വേവ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് നേച്ചർ വരണമെങ്കിൽ സോ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 2πr എന്ന് പറയുന്നത് n വേവ് കൂടുന്നതായിരിക്കും അല്ലേ? n വേവ് കൂടിയിട്ടേ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ ഫില്ല് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ 2πr എന്ന് പറയുന്നത് എന്തായിരിക്കും? n ലാംഡ. 2πr എന്ന് പറയുന്നത് എന്തായിരിക്കും? n ലാംഡ. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ബോറിൻ്റെ ആറ്റോമിക് സ്ട്രക്ചർ ഒക്കെ വന്നിട്ട് ബോറിന് ബൈ എക്സ്പെരിമെൻറ്റേഷന് ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം L NH/2π ആണെന്ന് ഇതിങ്ങനെ ബോറിന് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് H/2π ആണ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്നിങ്ങനെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാതെ ബോർ ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ടൈമിലാണ് ഈ ഡീബ്രോളി ഈ λ=h/mv എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് ഈ വേവ് നേച്ചർ ഇത് വേവിനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു λ=h/mv ആണ്. ഇത് ജനറലി λ=h/mv അദ്ദേഹം ഫോട്ടോണിന്റെ ഇക്വേഷൻ E=mc² എന്ന് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. hν=mc². ഓക്കെ, എന്നിട്ട് ന്യൂക്ക് c/λ എന്ന് കൊടുക്കുന്നു, ദാറ്റ് ഈസ് mc². c² സിയും വെട്ടിപ്പോയി. λ=h/mc. സോ ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ലാംഡ ഇതാണ് h/mc. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ വിത്ത് വെലോസിറ്റി v ആണെങ്കിൽ ഈ c എന്താവും? ഇത് v ആയി മാറും. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം ഈ വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2πr n ലാംഡ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എനി പാർട്ടിക്കിൾ എന്താണ്? mvr ആണ്. ഓക്കെ, അപ്പം ഇവിടെ 2πr n ലാംഡ, ഇതിന് 6 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? n λ/2π. അല്ലെങ്കിൽ ലാംഡ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? λ=2πr/n. ഓക്കെ, അപ്പോൾ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് mvr ആണ്. ഓക്കെ, അപ്പോൾ ഈ ലാംഡ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീബ്രോളിയുടെ ഇക്വേഷൻ എന്താണ്? λ=h/mv. ഓക്കെ, ഈ ലാംഡയ്ക്ക് ഈ വാല്യൂ ഒന്ന് ഇട്ട് നോക്കിയേ. 2πr/n. 2πr/n ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2πr/n കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ h/mv എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ഈ mvനെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ mvr എന്ത് കിട്ടും? nh/2π. അപ്പം mvr എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ മൊമെന്റ്. അപ്പം ഈ ഡീബ്രോളിക്ക് ഈ ആറ്റത്തിൻ്റെ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസേഷന് ഡീബ്രോളി വേവ് ലെങ്ത്, ഇവിടെയൊക്കെ ഈ വേവ് നേച്ചർ ഇങ്ങനെ പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു പാർട്ടിക്കിളിന് ഒരു വേവ് നേച്ചർ ഉണ്ട് എന്നുള്ളത് ഏത് എക്സ്പെരിമെന്റ് എടുത്തു കഴിഞ്ഞാലും പാർട്ടിക്കിളിന് ഇപ്പോൾ വേവ് നേച്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അവിടെ അത് പ്രൂവ് ആയി.
ഓക്കെ, അപ്പോൾ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്. ഇനി അതുമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് ഡി ബ്രോഗ്ലി ഒരു അറ്റംപ്റ്റ് നടത്തി. ഓക്കെ, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് 2 ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കുക. എസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിമും അതിന് വിത്ത് റെസ്പെക്ട് ടു, ശരിക്ക് നമ്മൾ എസ് ഇവിടെയും എസ് ഡാഷ് ഇവിടെയാണ് വരക്കാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, എസ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് അനദർ ഫ്രെയിം എസ് ഡാഷ്. ഓക്കെ, നമ്മൾ ഈ എസിനെ കമ്പയർ ചെയ്തിട്ടാണ് എസ് ഡാഷ് മോഷനിലാണോ അല്ലെങ്കിൽ അതിൻ്റെ ഇവൻ്റ് നമ്മൾ എസ് ഡാഷിലുള്ള ഒരു ഇവൻ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുക ബൈ കമ്പയറിങ് വിത്ത് എസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇതിൻ്റെ ഒറിജിനിൽ ഒരു M0 എന്ന് പറഞ്ഞ മാസ് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒറിജിനിൽ ഓക്കെ M0 എന്ന് പറഞ്ഞിട്ടൊരു മാസ് നിൽക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ x = 0 പോയിന്റ്, ഇത് x ഡാഷ് = 0 പോയിന്റ്. ഇനി ഡി ബ്രോഗ്ലി എന്താ ചെയ്തെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ റിലേറ്റിവിറ്റിയിലെ 2 ഇക്വേഷൻ വേണ്ടി വരും. വി വിൽ കം ടു റിലേറ്റിവിറ്റി ലേറ്റർ. എങ്കിൽ പോലും നോക്കുക. അപ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ, ഓക്കെ, വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി വേവ്, ഓക്കെ, ഏതൊരു വേവിനെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എ സൈൻ kx മൈനസ് ഒമേഗ ടി മൈനസ് kx അല്ലെങ്കിൽ kx മൈനസ് ഒമേഗ ടി. ഓക്കെ, സോ അതിന് നമുക്ക് എക്സ്പോണൻഷ്യലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമുക്ക് ഒരു സൈ ഡാഷ് = a e⁻i kx ഡാഷ് മൈനസ് ഒമേഗ ടി ഡാഷ്. M0 എന്ന് പറഞ്ഞ ഒരു മാസ് നമ്മൾ കൺസിഡർ ചെയ്തു ഒരു മൂവിങ് ഫ്രെയിമിൽ, എസ് ഡാഷ് എന്ന് പറഞ്ഞ ഫ്രെയിമിൽ ഞാൻ ഒരു മാസ് കൺസിഡർ ചെയ്തു. അതിൻ്റെ അസോസിയേറ്റ്, അതിനെ ഡിഫൈൻ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ് സൈ ഡാഷ് = a e⁻i kx ഡാഷ് മൈനസ് ഒമേഗ ടി ഡാഷ്. ഇനി അറ്റ് x ഡാഷ് 0 എന്ന് പറഞ്ഞാൽ ഒറിജിനിലാണ് നമ്മൾ ആ ഒരു മാസ് വെച്ചിട്ടുള്ളത്. അപ്പം കം ബാക്ക് ടു ദ ഫിഗർ. നമ്മൾ എസ് ഡാഷ് എന്ന് പറഞ്ഞ ഫ്രെയിമിലെ ഒറിജിനിൽ x ഡാഷ് = 0 നമ്മൾ M0 എന്ത് ചെയ്തിട്ടുള്ളത്, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് എഴുതാം? അറ്റ് x ഡാഷ് = 0 ഒമേഗ, ഇനീഷ്യൽ ആംഗുലാർ ഫ്രീക്വൻസി ω0 ആണെന്ന് വിചാരിക്കുക. സോ സൈ ഡാഷ് = a e⁻, ഇങ്ങോട്ട് നോക്കുക, ഈ x ഡാഷിന് ഞാൻ 0 എന്ന് കൊടുത്തു. സോ എന്താ ഇവിടെ ഉള്ളത്? ഇനി ബാക്കി a e⁻i ω0 എന്ന് കൊടുത്തു ടി ഡാഷ് മൈനസ് i ω0 ടി ഡാഷ്. സോ ഇതാണ് സൈ ഡാഷ്. ഇനി റിലേറ്റിവിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, റിലേറ്റിവിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം, ഒരു മൂവിങ് ഫ്രെയിമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ടൈം ടി ഡാഷ് എന്ന് പറയുന്നത് ഗാമ × t മൈനസ് vx/c² ആണ്. ഇത് നമ്മൾ റിലേറ്റിവിറ്റിയിൽ നമ്മൾ ലോറന്റ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ടൈം മെഷേർഡ് ഇൻ മൂവിങ് ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം. ഓക്കെ, അപ്പം ടി ഡാഷ് = ഗാമ × ഇത് ഗാമ എന്ന് പറയുന്നത് ഇവിടെ ഒരു റിലേറ്റിവിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് 1/√1 - v²/c². അതിനാണ് നമ്മൾ ഗാമ എന്ന് പറയുക. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ റിലേറ്റിവിറ്റിയിലുള്ള ഇക്വേഷൻ ആണെന്ന് ഓർക്കുക, ടി ഡാഷ് = ഗാമ × t മൈനസ് vx/c². അപ്പോൾ ഈ ടി ഡാഷിന് ഞാൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് a e⁻i ω0 × ഗാമ × t മൈനസ് vx/c². ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഞാൻ ഒന്നും കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എങ്ങനെ എഴുതാം? I can convert this as psi dash = a e⁻, ഞാൻ ഈ നെഗറ്റീവ് ഉള്ളത് ആദ്യം എഴുതാൻ പോവാണ് കേട്ടോ. നെഗറ്റീവ് × നെഗറ്റീവ് ആദ്യം എഴുതാൻ പോവാണ്. അത് ഞാൻ വെളിയിലെടുത്തു. ഓക്കെ, സോ ഇതിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഗാമ ω0 vx/c². സോ അത് എഴുതി ആദ്യം. പിന്നെ ഈ നെഗറ്റീവ് ഉള്ളത് എഴുതി, ദാറ്റ് ഈസ് t × ω0 ഗാമ. ഓക്കെ, i നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട്. സോ മൈനസ് ω0 ഗാമ ടി. റൈറ്റ്, ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി ജനറൽ ഇക്വേഷനുമായിട്ട് നമുക്ക് ഇവിടെ എന്താ വരിക? kx മൈനസ് ഒമേഗ ടി എന്നാണ് ജനറൽ വേവ് ഇക്വേഷൻ. a e⁻i × kx മൈനസ് ഒമേഗ ടി ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ കെൻ്റെ സ്ഥാനത്ത് എന്താ വന്നിട്ടുള്ളത്? കെൻ്റെ സ്ഥാനത്ത് എന്താ വന്നിട്ടുള്ളത്?
പറയൂ. നിങ്ങൾക്ക് എല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് കെന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്? പറയാമോ? ഗാമ ഒമേഗ 0 വി ബൈ സി സ്ക്വയർ. ശരിയല്ലേ? ഇതാണ് നമ്മുടെ കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ആ കേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കെ ഇസ് ദ വേവ് വെക്റ്റർ, റൈറ്റ്? കെ ഇസ് ദ വേവ് വെക്റ്റർ. അപ്പോൾ അതിനൊക്കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളത് കെ സിക്കൽ ടു ഗാമ ഒമേഗ 0 വി ബൈ സി സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എച്ച് ന്യൂ സീറോ തന്നെ, എച്ച് ന്യൂ സീറോ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? എച്ച് ന്യൂ സീറോനെ നമുക്ക് എച്ച് ബൈ 2π ഇൻറ്റു 2π ന്യൂ സീറോ എന്ന് എഴുതാം. ഈ എച്ച് ബൈ 2πക്ക് നമ്മൾ കോമണി കൊടുക്കുന്ന ഒരു നൊട്ടേഷനാണ് എച്ച് ക്രോസ്. ഓക്കെ, ചിലർ എച്ച് ഗഡ് എന്ന് വായിക്കും. ഓക്കെ, എച്ച് ഗഡ് അല്ലെങ്കിൽ എച്ച് ക്രോസ്. ഞാൻ വായിക്കാറ് എച്ച് ക്രോസ് എന്നാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. ഓക്കെ, 2π ന്യൂ സീറോ എന്ന് പറയുന്ന ഒമേഗയാണ്. ഓക്കെ, സോ എച്ച് ന്യൂ സീറോക്ക് എച്ച് ക്രോസ് ഒമേഗ 0 എന്ന് കൊടുത്തു. സോ ദാറ്റ് ഈസ് റെസ്റ്റ് മാസ് എനർജിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് m0 c സ്ക്വയർ. ഓക്കെ, എച്ച് ന്യൂ സീറോ എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഒമേഗ 0 m0. അപ്പോൾ ഒമേഗ 0ക്ക് എന്ത് കൊടുക്കാം? m0 c സ്ക്വയർ ബൈ എച്ച് ക്രോസ്. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ 0ക്ക് ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഓക്കെ, ദെൻ എന്ത് കിട്ടും? കെ സിക്കൽ ടു ഗാമ വി ബൈ സി സ്ക്വയർ അവിടെ നിർത്തി, ഗാമ വി ബൈ സി സ്ക്വയർ അവിടെ നിർത്തി. ബാക്കി ഒമേഗ 0ക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ വാല്യൂ എടുക്കാൻ പോകും. m0 c സ്ക്വയർ ബൈ, ഈ ഡെറിവേഷൻ ഒന്നും വേണ്ട കേട്ടോ, പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഓക്കെ, അപ്പോൾ കെ സിക്കൽ ടു ഗാമ വി ബൈ സി സ്ക്വയർ m0 c സ്ക്വയർ ബൈ എച്ച് ക്രോസ്. അപ്പോൾ ഇതിന് നമുക്ക് സി സ്ക്വയറും സി സ്ക്വയർ ഒക്കെ വെട്ടിക്കളയാം. ഫൈനലി വി ഹാവ് ദ റിലേഷൻ ഗാമ m0 വി ബൈ എച്ച് ക്രോസ്. ഇനി നമുക്ക് എന്ത് ചെയ്താം? കെ സിക്കൽ ടു ഇതിൽ ഗാമ m0 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ റിലേറ്റിവിറ്റി. എഗെയിൻ m സിക്കൽ ടു ഗാമ m0 ആണ് അല്ലേ? m സിക്കൽ ടു ഗാമ m0 ആണ്. റെസ്റ്റ് മാസ് m0 ആണെങ്കിൽ മൂവിങ് പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുന്നത് ഗാമ ടൈംസ് m0 ആണ്. ഇത് റിലേറ്റിവിറ്റി ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ റിലേറ്റിവിറ്റിയിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്, അതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് എം വി ബൈ എച്ച് ക്രോസ്. ഓക്കെ, ഇനി എം വി എന്ന് പറയുന്നത് എന്താണ്? പി. സോ കെ സിക്കൽ ടു എന്ത് കിട്ടി? പി ബൈ എച്ച് ക്രോസ്. പി എന്ന് പറയുന്നത് എന്ത് കിട്ടി? എച്ച് ക്രോസ് കെ. പി സിക്കൽ ടു എന്ത് കിട്ടി? എച്ച് ക്രോസ് കെ. ഓക്കെ, ഇതിൽ ഈ കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡയാണ്. കെ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എച്ച് ക്രോസ് പി സിക്കൽ ടു എച്ച് ക്രോസ് ഇൻറ്റു കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡയാണ്. ദാറ്റ് ഈസ് വേവ് വെക്ടർ. ഓക്കെ, ഇനി നിങ്ങൾ എച്ച് ക്രോസിന് നമ്മൾ എച്ച് ക്രോസിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തത്? എച്ച് ബൈ 2π. സോ എച്ച് ബൈ 2π ഇൻറ്റു 2π ബൈ ലാംഡ. കണ്ടോ, നമ്മൾ ഡിബ്രോളി വേവ് ലെങ്ത്തിലേക്ക് എത്തി. ലാംഡ സിക്കൽ ടു എച്ച് ബൈ പി. ഇതിന് ലാംഡ സിക്കൽ ടു എച്ച് ബൈ പി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പോൾ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി പോലും വേവ് നേച്ചറിന് എന്ത് ചെയ്തു? സാധൂകരിച്ചു. റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രൂവ്ഡ് ആൻഡ് ദ വേവ് നേച്ചർ എക്സിസ്റ്റൻസ് ഓഫ് മൂവിങ് പാർട്ടിക്കിൾ അതെന്ത് ചെയ്തു? റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്തപ്പോഴും ശരിയായി വന്നു. ഓക്കെ, അപ്പോൾ വേവ് നേച്ചർ അങ്ങനെ പല ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എക്സ്പെരിമെന്റ് ആ കാലഘട്ടം 19th സെഞ്ചുറിയിൽ ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ സിക്കൽ ടു എച്ച് ബൈ പി നമ്മൾ കൺഫേം ചെയ്തു. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇതൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഇക്വേഷന് വന്നു. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു പാർട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ റിലേറ്റിവിസ്റ്റിക് എനർജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എനർജി പഠിച്ചു കാണും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയായിരിക്കും? ഇ സ്ക്വയർ. അത് നമ്മൾ റിലേറ്റിവിറ്റി പഠിക്കുമ്പോൾ ഇത് ഡിറൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇ സ്ക്വയർ ഇസിക്കൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് E0 എന്ന് പറയുന്ന റെസ്റ്റ് മാസ് എനർജിയാണ്. സോ m0 c സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷന് റിലേറ്റിവിസ്റ്റിക് എനർജിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് m0 സ്ക്വയർ c റേസ് ടു 4. ഇങ്ങനെയായിരിക്കും
പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതിനെ നമ്മൾ ഈ റെസ്റ്റ് മാസ് എനർജിക്ക് m0c²നാണ് ഈ 0 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇത് ഡിറൈവ് ചെയ്യുന്നത് ഒരു വസ്തുവിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ കൈനമാറ്റിക് എനർജി പ്ലസ് അതിന്റെ റെസ്റ്റ് മാസ് എനർജിയാണ്. ഓക്കെ, അത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഈ റിലേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഫോർ ദ ടൈം ബീങ് ഇങ്ങനെ ഒരു റിലേറ്റിവിറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ ഡിറൈവ് ചെയ്യും. ഫോർ ദ ടൈം ബീങ് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, സോ ഇവിടെ E0 എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റ് മാസ് എനർജി. P എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം. C ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ റിലേറ്റിവിസ്റ്റിക് ഫോർമുല ഫോർ എനർജി ആണ് കേട്ടോ. ഓക്കെ, റിലേറ്റിവിസ്റ്റിക് ഫോർമുല ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് P² C² പ്ലസ് E0². അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് PC-ക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ കണ്ടെത്താം. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ലെവലിൽ വരുന്നത് കൊണ്ട് ഇതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് പോവാണ്. ദാറ്റ് മീൻസ് E² മൈനസ് E0² എന്ന് പറയുന്നത് എന്തായിരിക്കും? P² C². അപ്പോൾ നമുക്ക് PC എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് E² മൈനസ് E0². ഓക്കെ, ഇനി നമുക്ക് λ=h/p ആണ്. λ=h/p ആണ്. നമുക്ക് വേവ് ലെങ്ത് കാണണം ഇൻ ടേംസ് ഓഫ് റിലേറ്റിവിസ്റ്റിക് എനർജി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു C കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ ഒരു C കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. PC-ക്ക് നമ്മൾ ഈ ഇക്വേഷന് സോ നമ്മൾ E² ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിന്റെ ഡി ബ്രോളി വേവ് ലെങ്ത് എന്താണ് എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഓക്കെ, നമ്മളിപ്പോൾ λ=h/2m എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിന്റെ നമ്മളൊരു റിലേറ്റിവിസ്റ്റിക് കേസിലേക്ക് വരാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു റിലേറ്റിവിസ്റ്റിക് കേസിലേക്ക് ഇതിനെ മാറ്റി. ഓക്കെ, റിലേറ്റിവിസ്റ്റിക് കേസിൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റിവിസ്റ്റിക് കേസിൽ റിലേറ്റിവിസ്റ്റിക് എന്ന് പറയുന്നത് hc/റൂട്ട് E² മൈനസ് E0² ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിള് ആവുകയാണെങ്കിൽ ഓക്കെ, ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിന് ഈ EK എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം വെരി ലാർജ് കമ്പയർഡ് ടു E0. ഓക്കെ, EK ഈസ് വെരി ലാർജ്. എന്താണ് EK? അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, നമ്മളിപ്പം റിലേറ്റിവിസ്റ്റിക് എന്ന് പറയുന്നത് hc/റൂട്ട് E² മൈനസ് E0² എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ടോട്ടൽ എനർജി ഓഫ് എ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ കൈനറ്റിക് എനർജി, ഓക്കെ, പ്ലസ് അതിന്റെ റെസ്റ്റ് മാസ് എനർജിയാണ്. ഇതാണ് ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. സോ ഇതിന്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? E² E0² പ്ലസ് EK² പ്ലസ് 2E0 EK A+B² ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ E² മൈനസ് ഞാൻ ഈ ടേമിനെ അങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കേട്ടോ. നമുക്ക് E² മൈനസ് E0² വേണം. E² മൈനസ് E0² എന്ന് പറയുന്നത് എന്തായിരിക്കും? EK² പ്ലസ് 2E0 EK. ഓക്കെ ആണല്ലോ? ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് E² മൈനസ് E0²നെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? EK പ്ലസ് E0² മൈനസ് E0. അത് തന്നെയാണ് ഇത്. ഓക്കെ, അത് വീണ്ടും എടുത്ത് എഴുതി. ഓക്കെ, അതിൽ നിന്നാണല്ലോ നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പം EK² പ്ലസ് 2EK E0. അപ്പം ഞാൻ ഈ ഒരു E² മൈനസ് E0²ന് ഞാനിപ്പോൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ഓക്കെ, E² മൈനസ് E0²ന് ഈ ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ റിലേറ്റിവിസ്റ്റിക് എന്ന് പറയുന്നത് hc/റൂട്ട് EK² പ്ലസ് 2EK E0. ഇനി EK വെരി ലാർജ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ റിലേറ്റിവിസ്റ്റിക് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ EK വെരി ലാർജ് ആണ്. EK വെരി ലാർജ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ടേം നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഒരു റിലേറ്റിവിസ്റ്റിക് കേസിൽ അപ്പം അങ്ങനെ വെറുതെ റിലേറ്റിവിസ്റ്റിക് കേസ് എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക റിലേറ്റിവിസ്റ്റിക് കേസ് ആണോ അല്ലേ എന്നുള്ളത് ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച്? അപ്പോൾ hc/ ഇത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? EK² ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദിസ് എന്ന് പറഞ്ഞാൽ E0 വെരി സ്മോൾ ആവുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് EK തന്നെ ആവും, hc/EK തന്നെ ആവും. ഓക്കെ, റിലേറ്റിവിസ്റ്റിക് അല്ലാത്ത ടൈമിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? നമ്മൾ ഡി ബ്രോളി വേവ് ലെങ്ത്തിന് ഓർഡിനറി പഠിച്ച ഇക്വേഷൻ ഉണ്ട്, h/റൂട്ട് 2m EV. EVക്ക് നമ്മൾ EK എന്നാണ് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ
ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിക്കാണ് നമ്മൾ ഹാഫ് mv² എന്ന് കൊടുക്കുക. ഓക്കെ ഓക്കെ അല്ല EV എന്ന് കൊടുക്കുക. ഓക്കെ ഇവിടെ EV എന്നാണല്ലോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റിവിസ്റ്റിക് കേസിൽ നിങ്ങൾക്ക് ലാംഡ കാണാൻ ഇത് ഉപയോഗിക്കാം. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ ഇനി റിലേറ്റിവിസ്റ്റിക് കേസാണോ അല്ലേ എന്നുള്ളത് എങ്ങനെ പരിഹരിക്കും? ഓക്കെ അതായത് ഒരു ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് മെഗാ വോൾട്ട് റേഞ്ചിലാണെങ്കിൽ മെഗാ ഇലക്ട്രോ വോൾട്ട് റേഞ്ചിലാണെങ്കിൽ ദാറ്റ് ഈസ് എ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിൽ ദാറ്റ് മീൻസ് 1 to 1000 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് എ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ. അതിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ ഓക്കെ മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലൊക്കെയാണ് നമുക്കൊരു ഇലക്ട്രോണിന്റെ സ്പീഡ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഇതൊരു റിലേറ്റിവിസ്റ്റിക് കേസാണ്, ഇതൊരു നോൺ റിലേറ്റിവിസ്റ്റിക് കേസാണ്. ഓക്കെ എന്നുള്ളത് ഓർക്കുക. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. ഓക്കെ ഇനി ഓക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ നമ്മൾ EK ഇത് വെരി ലെസ് ദാൻ ആണെങ്കിൽ നമ്മളിവിടെ നെഗ്ലക്ഷൻ ഒക്കെ ചെയ്തിട്ട് h/2m0 EK എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നെ നേരിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ h/√2m⁴. ഇനി ഇത് ഞാൻ ഡിഫറെൻറ്റ് ഇലക്ട്രോണ് പ്രോട്ടോണ് ആൽഫ പാർട്ടിക്കിളിനൊക്കെ നമുക്ക് h/2me h എന്ന് പറയുന്നത് നോൺ കോൺസ്റ്റന്റ് ആണ്, 2me മാസ് ഓഫ് ഇലക്ട്രോൺ അറിയുന്നതാണ്, ഇലക്ട്രോണിക് ചാർജ് അറിയുന്നതാണ്. അപ്പോൾ 12.26/√v ആംസ്ട്രോങ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അതുപോലെ പ്രോട്ടോൺ ആണെങ്കിൽ മാസ് ഓഫ് പ്രോട്ടോണും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ഇലക്ട്രോണിക് ചാർജും പ്രോട്ടോണിന്റെ ചാർജും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.286/√v ആംസ്ട്രോങ് ആയിരിക്കും അതിൻ്റെ നോൺ റിലേറ്റിവിസ്റ്റിക് ഡി ബ്രോളി വേവ് ലെങ്ത്. ഇനി ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവിടെ 2e ആവും. മാസ് എന്ന് പറയുന്നത് m ആൽഫയാണ് എടുക്കേണ്ടത്, ദാറ്റ് ഈസ് 4 times ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.101/√v ഓക്കെ ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ ഇനി ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റ്. അപ്പോൾ നമ്മൾ അടുത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഓർബിറ്റിന്റെ ഡിഫറെന്റ് ആറ്റോമിക് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റിന്റെ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി എമിഷൻ ബൈ ആറ്റംസ്, ആറ്റോമിക് എനർജി സ്പെക്ട്രത്തെ കുറിച്ച് ഡിഫറെൻറ്റ്. അപ്പോൾ റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡൽ വന്നു, J.J. തോംസന്റെ ആറ്റോമിക് മോഡൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു 19th സെഞ്ച്വറിയുടെ ഒരുപാട് എക്സ്പെരിമെന്റ്, ഫിസിക്സിന്റെ ഗോൾഡൻ ഇറ എന്നാ പറയാ 19th സെഞ്ച്വറിയെ. ഓക്കെ അപ്പോൾ 19th സെഞ്ച്വറിയിൽ ഈ ക്വാണ്ടൈസേഷൻ വന്നോടുകൂടി ഫിസിക്സിൽ പ്രൂവ് ചെയ്യാതെ കടന്നിരുന്ന പല കാര്യങ്ങളും, അപ്പോൾ റൂദർഫോർഡ് അങ്ങനെ പലതും സ്പെക്ട്രങ്ങളൊക്കെ നമുക്ക് എമിഷൻ സ്പെക്ട്രയൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. ക്വാണ്ടൈസേഷൻ വന്നോടുകൂടി ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് വന്നു. ബോറിന്റെ പോസ്റ്റുലേറ്റ്സിൽ നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞു, L = mvr ആണ്. അപ്പോൾ nh/2π നമ്മൾ വെച്ചിട്ട് അത് പ്രൂവ് ചെയ്തു. ഓക്കെ അപ്പം ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റ്. ഓക്കെ അപ്പം ഇവിടെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ. സോ ബിഫോർ കമ്മിങ് ടു ദ പ്രോബ്ലം നിങ്ങളെല്ലാവരും ലൈനിലുണ്ടോ നോക്കട്ടെ. ഓക്കെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ സോ ലെറ്റ് us continue our discussion and ഒരു find the velocity and kinetic energy of a relativistic particle whose de Broglie wavelength is equal to Compton wavelength. ഓക്കെ അപ്പോൾ ഡി ബ്രോളി വേവ് ലെങ്ത്, കോംപ്റ്റൺ വേവ് ലെങ്ത്. അപ്പോൾ ഡി ബ്രോളി വേവ് ലെങ്ത്തിന് നമ്മൾ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണ്. റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിന് ഡി ബ്രോളി വേവ് ലെങ്ത്തിന് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു, hc/√e² - e0². ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ നമ്മൾ m = gamma m0 എടുത്തു, mc² = സോ
ഈ എമ്മിന് നമുക്ക് എന്ത് കൊടുക്കാം, ഗാമ m0c². ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ എന്ന് പറയുന്നതിന് നമുക്ക് ഗാമ E0 എന്ന് എഴുതാം ഇൻ ടേംസ് ഓഫ് റെസ്റ്റ് മാസ് എനർജി. ഓക്കെ ഓക്കെ, ഈ ഗാമ m0 എന്ന് പറയുന്നത് എം ആണല്ലോ. അപ്പം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mc² ആണ്. റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത് എന്താണ്, m0c² ആണ്. അപ്പോൾ ഇതിൽ എം എന്ന് പറയുന്നത് എന്താണ്, ഗാമ m0 എന്ന് കൊടുക്കുന്നതോടുകൂടി ഈ ഇതിനെ നമുക്ക് ഗാമ E0 എന്ന് എഴുതാമല്ലോ. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ ഈക്ക് നമ്മൾ ഗാമ E0 ഗാമ² E0² എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു, നമുക്ക് E0² വെളിയിലെടുക്കാം. അപ്പോൾ എന്ത് വരും, HC ഡിവൈഡർ ബൈ E0² വെളിയിൽ വന്നു കഴിഞ്ഞാൽ HC ബൈ E0. E0 എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, m0c² ആണ്. അപ്പോൾ ഇവിടെ സിയും സിയും വെട്ടിപ്പോയിട്ട് h ബൈ m0c എന്ന് വന്നു. h ബൈ m0c എന്താണ്, h ബൈ m0c എന്താണ്, ദാറ്റ് ഈസ് കോംപ്റ്റൺ വേവ് ലെങ്ത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു h ബൈ m0c കോംപ്റ്റൺ വേവ് ലെങ്ത് ആണ്. സോ നമുക്ക് ലാംഡ d ഈക്വൽ ടു ലാംഡ c ബൈ റൂട്ട് ഗാമ² -1 ആണ്. സോ ലാംഡ d ഈക്വൽ ടു ലാംഡ c എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോംപ്റ്റൺ വേവ് ലെങ്ത് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ c ഈക്വൽ ടു ലാംഡ d കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലാംഡ സിയും ലാംഡ ഡിയും വെട്ടിപ്പോയി. സോ റൂട്ട് ഗാമ² -1 is equal to 1. സോ ദാറ്റ് ഈസ് ഗാമ² -1 is equal to 1. ദാറ്റ് ഈസ് ഗാമ is equal to √2 എന്ന് കിട്ടും അല്ലേ. ഗാമ √2 എന്ന് കിട്ടി കഴിഞ്ഞാൽ ഗാമ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ശരിയാണോ, ശരിയല്ലേ, ഗാമ² ആണ് 2 എന്ന് കിട്ടുക അല്ലേ. സോറി, ഗാമൻ്റെ വാല്യൂ അടക്കട്ടെ, ഗാമ² മതി നമുക്ക്. എന്തിനാണ്, ഗാമ എന്ന് പറയുന്നത് 1/√1 - v²/c² ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്താവും, 2 ആവും. സോ നമുക്ക് എന്ത് ചെയ്താം, 1/2 is equal to 1 - v²/c². ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം ഇൻ ടേംസ് ഓഫ് c അല്ലേ. അപ്പോൾ അതിന് v മാത്രമേ ഉള്ളൂ അൺനൗൺ. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി, വെലോസിറ്റി is equal to c/√2 എന്ന് കിട്ടും അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി എന്താണ്, E - E0. ഓക്കെ, നമ്മൾ ടോട്ടൽ എനർജിന്ന് റെസ്റ്റ് മാസ് എനർജി നമ്മൾ പഠിച്ചിട്ടുള്ള E is equal to ടോട്ടൽ എനർജി EK + E0 ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് മാസ് എനർജി ആണ്. ദാറ്റ് മീൻസ് E എന്ന് പറയുന്നത് ഗാമ E0 ആണ്, E0. ഓക്കെ, ഇനി E0നെ വെളിയിലെടുത്തു, ഗാമ -1. ഗാമ എന്താണെന്ന് നമുക്ക് കിട്ടി, ഗാമ √2 ആണെന്ന് നമുക്ക് കിട്ടി. ഗാമ² is equal to 2 ആണ്, ഗാമ is equal to എന്താണ്, √2. അപ്പം അതിൻ്റെ കൈനറ്റിക് എനർജി. ഓക്കെ, നൗ വി ഹാവ് അനദർ പ്രോബ്ലം. സോ ഇതൊക്കെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. Find the de Broglie wavelength lambda d of an electron whose kinetic energy is 100 electron volt and 10 mega electron volt. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ കേസ് ഉപയോഗിക്കണം. ഓക്കെ, അതായത് ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിൽ വരുന്നത് ദാറ്റ് ഈസ് എ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, ലാംഡ ഈസ് ഈക്വൽ ടു h/√2 MEK. ഓക്കെ ഓക്കെ ആണല്ലോ. അതിന് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം, ബിക്കോസ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ നമ്മൾ ഡയറക്റ്റ് 12.26/√2 ആംസ്ട്രോങ് എടുത്തു. ഈ 100 ഇലക്ട്രോൺ വോൾട്ട് ഓക്കെ ആണ് നമ്മുടെ എനർജി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, EK is equal to 100 ഇലക്ട്രോൺ വോൾട്ട് ആണ്. EK എന്ന് പറയുന്നത് എന്താണ്, QV. അപ്പോൾ ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എത്രയെന്ന് കിട്ടും, 100 വോൾട്ട്. ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൊട്ടൻഷ്യൽ എത്രയെന്ന് കിട്ടും, അപ്പോൾ 100 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി 10 MeV മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിൽ വരുമ്പോൾ ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ. റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിന് നമ്മൾ എന്താണ്, HC/EK അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. √EK² പ്ലസ് നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ പഠിച്ചത്, ലാംഡ is equal to HC/√EK² പ്ലസ് 2EK/E0 എന്നാണ് പഠിച്ചത്. ബട്ട് ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ EK തന്നെ എടുത്തത്. ഓക്കെ, ദാറ്റ് മീൻസ് എത്ര കിട്ടും, ലാംഡ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദാറ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് m ആൻഡ് ചാർജ് q ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഈസ് ആക്സിലറേറ്റഡ് ബൈ എ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് E. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ de Broglie വേവ് ലെങ്ത് ലാംഡ d. ഇപ്പോൾ ലാംഡ d = h/mv ആണ്.
സോ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ബൈ എ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ, സോ എം എ സിക്കൽ ടു ക്യു ഇ ആണ്. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഫോഴ്സ്. സോ എ സിക്കൽ ടു ക്യു ഇ ബൈ എം ആണ്. സോ വി ബൈ ടി സിക്കൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ് ക്യു ഇ ബൈ എം. സോ വി സിക്കൽ ടു ക്യു ഇ ബൈ എം ടി ആണ്. സോ നിങ്ങൾക്ക് ഈ വെലോസിറ്റിക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ക്യു ഇ ബൈ എം ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ലാംഡ ഡി സിക്കൽ ടു എച്ച് ബൈ, സോ വി ക്യാൻ ക്യാൻസൽ ദിസ് എം ആൻഡ് എം, എച്ച് ബൈ ക്യു ഇ ടി. സോ ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതിൻ്റെ വേരിയേഷൻ ആണ്. ഡി ബ്രോളിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ ഡി ലാംഡ ഡി ബൈ ഡി ടി ചെയ്യണം. സോ 1/t ചെയ്താൽ -1/t² എന്ന് വരും. സോ എച്ച് ബൈ -h ബൈ ക്യു ഇ ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഫോട്ടോൺ ഈസ് ഗിവൺ ബൈ E is equal to E0 cos K0 x plus y minus omega t. Find the de Broglie wavelength. ഓക്കെ, de Broglie wavelength കാണണം. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുള്ളത്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഫോമിലാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ എക്സ്പ്രഷൻ E is equal to E0 ആണ്. സോ നമുക്ക് K0 എന്ന് പറയുന്നത് എന്താണ്? കെ ഡോട്ട് കെ എന്ന് പറയുന്നത് K0 ഐ ക്യാപ് പ്ലസ് K0 ജെ ക്യാപ്പ് ഡോട്ട് ഈ ആർ എന്ന് പറയുന്നത് എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് ആണ് ഇൻ 2 ഡയമെൻഷൻ. ഓക്കെ, ഇവിടെ എക്സ് പ്ലസ് വൈ ഉള്ളൂ. ഓക്കെ, സോ എന്താണ്, ഇതാണ് നമ്മുടെ കെ, ഇതാണ് ആറ്. അപ്പോഴേ K0 എക്സും K0 വൈ ഇവിടെ വരത്തുള്ളൂ. സോ ഇതാണ് കെ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ കെയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? കെ സിഗൽ ടു ഇതാണ് K0 ഐ ക്യാപ്പ് പ്ലസ് K0 ജെ ക്യാപ്പ്. അപ്പോൾ കെയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് കെ വെക്ടർ ആണ്. കെയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √2 K0 അല്ലേ? K0നെ വെളിയിലെടുത്ത് √1² + 1² ദാറ്റ് ഈസ് √2 K0 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ √2 K0 ഇതാണ് നമ്മുടെ കെ വെക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് 2π/λ. കെ എന്ന് പറയുന്നത് എന്താണ്? 2π/λ സിക്കൽ ടു √2 K0. സോ ലാംഡ സിക്കൽ ടു എന്തായിരിക്കും? 2π/√2 K0. ഓൾ റൈറ്റ്. സോ wavelength is 2π/√2 K0. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നമ്മൾ ഇത്രയും എക്സ്പെരിമെൻറ്റുകൾ, അതായത് നമ്മൾ ജനറലി വേണ്ട പിന്നെ തിയറികളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഏതെല്ലാം എക്സ്പെരിമെൻറ്റുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ ക്വാണ്ടൈസ്ഡ് ആയതുകൊണ്ടും പ്രോബ്ലം തീരുന്നില്ല. അതായത് ഇപ്പം നമ്മൾ ഫൈനലി എത്തി നിൽക്കുന്നത് ഈ ആറ്റോമിക് ലെവൽ ക്വാണ്ടൈസ്ഡ് ആണ്. പിന്നെ ഇതുപോലെ ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറേ ഇഷ്യൂസ് വീണ്ടും വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ആറ്റോമിക് സ്പെസിഫിക് ഹീറ്റ്, ഓക്കെ, അതായത് ഈ ഡുലോങ് ആൻഡ് പെറ്റിറ്റ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡുലോങ് ആൻഡ് പെറ്റിറ്റ് ലോ, ഇത് കേട്ടിട്ടുണ്ടോ? പറയടോ. ഇല്ല സാർ, കേട്ടിട്ടില്ല. ഓക്കെ, ഇത് ഒന്നുമില്ല, നമ്മുടെ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നു എന്ന് പറയാമോ? സ്പെസിഫിക് ഹീറ്റ് 3R ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും ടെമ്പറേച്ചർ. CV = 3R. അത് തന്നെ, CV = 3R എന്ന് പറയുന്നതാണ് ഡുലോങ് ആൻഡ് പെറ്റിറ്റ് ലോ. ഇതെങ്ങനെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സോളിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആറ്റംസ് വൈബ്രേഷൻ ആണ്. 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. 3 മോഡ്സ് ഓഫ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. അപ്പോൾ ഓരോ വൈബ്രേഷനും കറസ്പോണ്ടിങ് ആയിട്ട് KT എനർജി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ N പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ NKT ഉണ്ടാവും. 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ, അപ്പോൾ 3 NKT എനർജി ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു തെർമൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റർ. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ NK എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഈ K എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് R ആണ്. എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു, ഇത് ശരിക്കും 1 മോൾ എടുക്കുമ്പോൾ ഇത് അവോഗാഡ്രോ നമ്പർ ആണ്. ഈ N എന്ന് പറയുന്നത് എന്താണ്? അവോഗാഡ്രോ നമ്പർ ആണ്. 1 മോളിൽ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അവോഗാഡ്രോ നമ്പർ ഇൻറ്റു ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് RT ആണ്. സോ ഇവിടെ Q എന്ന് പറയുന്നത് 3RT ആണ്. ഓക്കെ, അപ്പോൾ ∂Q/∂T ആണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് CV.
ദാറ്റ് ഈസ് ഈക്വൽ ടു 3r. ഓക്കെ, ഇത് 3r ആണെന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ്. നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരിക? വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ CV ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് 3r എന്നുണ്ടെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫ് വരേണ്ടത്. ബട്ട് എക്സ്പെരിമെന്റൽ റിസൾട്ട് ഷോസ് ദാറ്റ്, എന്താണ് ഷോ ചെയ്യുന്നത്? എക്സ്പെരിമെന്റൽ റിസൾട്ട് പറയുന്നത് ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അറ്റ് അബ്സല്യൂട്ട് സീറോയില് എന്ത് വരണം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ടെൻസ് ടു 0 ആവണം. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ പ്രോബ്ലങ്ങൾ, ഈ തിയറികൾ പലതും വന്നു. പല തിയറികളും എന്താണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന് പല തിയറികളും എന്ത് ചെയ്താം, നമുക്കിപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ആപ്പിൾ ചാടുന്നു. ഓക്കെ, നമുക്കത് ഫീൽ ചെയ്യുന്നു. പക്ഷെ പല തിയറികളും നമുക്ക് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാതെ വന്നു. അതിൽ വന്ന വേറൊരു തിയറിയാണ് ഇപ്പൊ ഈ യങ്സിന്റെ എക്സ്പെരിമെന്റ്. അതിൽ വന്ന് പറഞ്ഞിട്ട് പറയുന്നത്, അതായത് നിങ്ങൾ 2 സ്ലിറ്റുള്ള ഒരു ഇത് എടുത്തു. അപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലൂടെ നിങ്ങൾ ആദ്യം നിങ്ങൾ 1 സ്ലിറ്റ് അടച്ചു വെക്കുക. ഈ സ്ലിറ്റ് ഞാൻ ക്ലോസ് ചെയ്യാട്ടോ. ഈ സ്ലിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ സ്ലിറ്റിലൂടെ നിങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ഇലക്ട്രോണിനെ കടത്തി വിടുക. ഓക്കെ, ഇലക്ട്രോണോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തും ആവാം, ഇലക്ട്രോൺ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഇലക്ട്രോൺസ് ഒക്കെ വന്നിടിച്ചിട്ട് ഇവിടെ ഒരു എന്തുണ്ടാവും? ഈ ആകൃതിയിൽ ഇലക്ട്രോണിന്റെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ലിറ്റ് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത സ്ലിറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുത്ത സ്ലിറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിലൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഇലക്ട്രോണിന്റെ പ്രസൻസ് കിട്ടുന്നു. ഓക്കെ, ഇവിടെയാണ് ഇലക്ട്രോണിന്റെ പ്രസൻസ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇലക്ട്രോൺ ഇതിലെ വരുന്നു. സോ യു ആർ എക്സ്പെക്ടിങ് ഇൻറ്റൻസിറ്റി പീക്ക് വരക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പീക്ക് കിട്ടുന്നു. ഇവിടെ ഓക്കെ, അതായത് നമ്മൾ ഇതൊരു ഈ സ്ലിറ്റ് ഒന്ന് ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിന് അനുസരിച്ചൊരു പീക്ക് കിട്ടും, ഇവിടെ ഒരു പീക്ക് കിട്ടും. ദാറ്റ് ഈസ് കറസ്പോണ്ട്സ് ടു ദ ഇലക്ട്രോൺ. ഇനി നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് 2 സ്ലിറ്റിലൂടെയും ഇത് ഏതെങ്കിലും ഒന്ന് അടച്ചു വെച്ചാൽ ഇങ്ങനെ കിട്ടണം. ഓക്കെ, ഇനി മറ്റേത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടണം പീക്ക്. ഓക്കെ, നമുക്ക് സ്ക്രീനിൽ വരുന്ന ഇത്. ഇനി എന്ത് ചെയ്തു? 2ലൂടെയും നിങ്ങൾ ഇലക്ട്രോൺ കടത്തി വിടുന്നു. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പീക്കും ഇവിടെ ഒരു പീക്കും. ഓക്കെ, പക്ഷേ നമുക്ക് കിട്ടിയ പീക്ക് അങ്ങനെയൊന്നുമല്ല. കിട്ടിയ പീക്ക് ഇത് നിങ്ങൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു പീക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ അനുമാനിക്കുക. ഇങ്ങനെ പീക്ക് വരാൻ കാരണം എന്തായിരിക്കും? എന്താണെന്ന് പറയാമോ? ഇങ്ങനെ ഡിഫറെന്റ് പീക്ക് വരാൻ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം എന്തായിരിക്കും? ഇന്റർഫറൻസ് അല്ലേ? അപ്പോൾ ഇന്റർഫറൻസ് ആണെന്ന് ആദ്യം വ്യൂ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇന്റർഫറൻസ് അല്ല, വീണ്ടും എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ ആദ്യം കടത്തി വിട്ടു. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട് വന്നു. ഓക്കെ, പിന്നെ ഒരു ഇലക്ട്രോണിനെ കടത്തി വിട്ടു. ഒന്നിച്ച് കടത്തി വിടുന്നില്ല, ഇന്റർഫറൻസും കൊളീഷനൊക്കെ ഒഴിവാക്കാം. അവസാനം കുറേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നില്ല കേട്ടോ, സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല. അവസാനം കുറേ ഇലക്ട്രോണിനെ 1 by 1 ആയിട്ട് കടത്തിവിട്ട ശേഷം ഫൈനലി നിങ്ങൾ സ്ക്രീൻ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞു. അപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പീക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ആകെ പ്രശ്നം വന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഇന്റർഫറൻസോ കൊളീഷനോ മൂലമല്ല ഇങ്ങനെ പീക്ക് വന്നിട്ടുള്ളത്. സോ അവിടെയാണ് അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ്, ഓക്കെ, പല പ്രോപ്പർട്ടീസും ഡിഫൈൻ ചെയ്യാതെ വന്നു. അങ്ങനെയാണ് നമുക്ക് പുതിയ ഒരു എമർജിങ് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതല്ല, അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്. എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്?
ക്വാണ്ടം മെക്കാനിക്സ് ഇനി ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഈ ഈ ഒരു 2 ഡയഗ്രാം നിർത്തിക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇനി റിച്ചാർഡ് ഫെയ്മനും ഐൻസ്റ്റീനും പറഞ്ഞ കോട്സിലേക്ക് വരാം. ഓക്കെ, എന്താണ്? ഐ തിങ്ക് ഐ ക്യാൻ സേഫ്ലി സേ ദാറ്റ് നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്. ആൻഡ് ഐൻസ്റ്റീൻ എന്താ പറയുന്നത്? ഐൻസ്റ്റീൻ പറയുന്നത് ഇഫ് ക്വാണ്ടം തിയറി ഈസ് കറക്റ്റ് ഇറ്റ് സിഗ്നിഫൈസ് ദ എൻഡ് ഓഫ് ദ ഫിസിക്സ് ആസ് എ സയൻസ്. അപ്പോൾ ഇവിടെ അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് ഒരു ഇലക്ട്രോണിന് അറ്റ് എ ടൈം ഈ ഹോളിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് അതാണ്. അറ്റ് എ ടൈം ഒരു ഇലക്ട്രോണ് ഒറ്റ ഹോളിലൂടെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതല്ലേ നമുക്ക് നമ്മുടെ ഫീലിങ്ങിന് മാച്ചായിട്ട് നമുക്ക് അതേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ബ്രെയിൻ വെച്ചിട്ട് നമുക്ക് അതേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഇലക്ട്രോണിന് അറ്റ് എ ടൈം ഒരു ഹോളിലൂടെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അപ്പോൾ ഒരു ഇലക്ട്രോണിന് ഒരേ സമയം 2 ഹോളിലൂടെയും പോകാൻ പറ്റുക. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബട്ട് ദ നേച്ചർ ബിഹേവ്സ് ടുവേർഡ്സ് ദ മൈക്രോ ലെവൽ പാർട്ടിക്കിൾസ് ലൈക്ക് ദിസ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അതായത് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവസാനം ക്യാമറ വെച്ചു. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ക്യാമറ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കല്ല കേട്ടോ. അവിടെ ഇതിന് ഇലക്ട്രോണിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു സംഗതി അവിടെ വെച്ചു. അങ്ങനെ ക്യാമറ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അറ്റ് എ ടൈം 2 ഹോളിലൂടെയും ഒരു ഇലക്ട്രോൺ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മുടെ ഫിസിക്കൽ നമ്മുടെ മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? അപ്പം വീണ്ടും ക്യാമറ വെച്ച് നോക്കി ഇവൻ ഏതിലൂടെയാണ് പോകുന്നത്, ഈ ഹോളിലൂടെയാണോ ഇലക്ട്രോൺ പോകുന്നതെന്ന് സ്റ്റഡി ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് വെൻ യു മേക്ക് എ മെഷർമെന്റ്, നിങ്ങൾ ആ സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? ഒരു ഹോളിലൂടെ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതാകെ എന്താണ്? സോ നിങ്ങൾ നമ്മുടെ ഒരു സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന് എന്താണ്? ആ സിസ്റ്റത്തിന് ബിഹേവ്സ് ലൈക്ക് 2 രീതിയിൽ ബിഹേവ് ചെയ്യാം. 2 രീതിയിലല്ല, മൾട്ടിപ്പിൾ ലെവലിൽ ബിഹേവ് ചെയ്യാന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഈ തിയറി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ എക്സ്പെരിമെന്റൽ റിസൾട്ടുമായിട്ട്, സോ സിസ്റ്റം എങ്ങനെ നേച്ചർ ഈസ് ബിഹേവിങ് ലൈക്ക്. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ആൻസർ ഇല്ല. എന്താണ് ആൻസർ ഇല്ല എന്ന് പറയുന്നത്? എങ്ങനെ സാറേ ഒരു ഇലക്ട്രോണ് 2 ഹോളിലൂടെ ഒരേ സമയം പോവുക? ദാറ്റ് ഈസ് ബിയോണ്ട് അവർ സെൻസ് ഓഫ് തിങ്കിങ് ആണത്. ഓക്കെ, ബട്ട് അങ്ങനെ സംഭവിക്കുന്നു. അതാണ് എർവിൻ സ്കോഡിഞ്ചറിന് ഈ തിയറി വിശ്വസിക്കാൻ പറ്റിയില്ല. അയാൾ ഇതിന് എന്ത് ചെയ്തു? അയാളെന്ന് പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ, അദ്ദേഹം ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട്, അതാണ് എർവിൻ സ്കോഡിഞ്ചർ ക്യാറ്റ് എന്ന് പറയുന്നത്. ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ഒരു ക്യാറ്റിനെ അതിനകത്ത് വെച്ചു. ഓക്കെ, സ്കോഡിഞ്ചർ ക്യാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോടോ? കേട്ടിട്ടുണ്ട് സാർ. യെസ്, അദ്ദേഹം ഒരു ക്യാറ്റിനെ ഇതിനകത്ത് വെച്ചു. ഓക്കെ, ക്യാറ്റിനെ വരക്കാനൊന്നും എനിക്കറിയില്ല. ഓക്കെ, ക്യാറ്റിനെ വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഇവിടെ ഒരു സയനൈഡിന്റെ കുപ്പി വെച്ചു. സോ ഇത് ഫിൽഡ് വിത്ത് സയനൈഡ് ആണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു ചുറ്റിക വെച്ചു. ചുറ്റിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് കൂടിയൊരു ചുറ്റിക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു റേഡിയോ ആക്റ്റീവ് ഒരു ഡിറ്റക്ടർ ഇതിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ്. അപ്പോൾ ഇത് ബോക്സ് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്തതെന്ന് അറിയോ? നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണല്ലോ എന്ത് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പെരിമെന്റിൽ നമ്മൾ ക്യാമറ വെച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ അവൻ ഒരു ഹോളിലൂടെ പോകത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ഒരു ഇലക്ട്രോൺ തന്നെ 2 ഹോളിലൂടെയും പോകും. ഓക്കെ, ദാറ്റ് മീൻസ് മലയാളത്തിൽ അതിനെ കുമ്പിടി ഇഫക്റ്റ് എന്ന് പറയും. കുമ്പിടി ഇഫക്റ്റ് എന്താണെന്ന് അറിയാമോ? എന്താ കുമ്പിടി ഇഫക്റ്റ്? ഒരേ സമയം രണ്ടിടത്താണ്. കുമ്പിടി ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ എന്ന് പറഞ്ഞ മൂവിയിലേ
ജഗതിന്റെ ഇന്നസെന്റ് ആദ്യം വീട്ടിൽ കാണും, പിന്നെ പോകുന്ന വഴിയിലും കാണും. സോ ഒരേ സമയം ജഗതിനെ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രശ്നം വരുന്നത്. ബട്ട് അദ്ദേഹം അത് ബിലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ക്വാണ്ടം കുമ്പിടി ഇഫക്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ ഓക്കെ അപ്പൊ ഞാനത് അങ്ങനെ ക്വാണ്ടം കുമ്പിടി ഇഫക്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പൊ എന്താണ് പറയുന്നത്, അപ്പൊ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കുകയാണ്. റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കുന്ന സമയത്ത് മാത്രം ഇവിടെ ഡിറ്റക്ട് ചെയ്യുകയും ഈ എന്ത് സംഭവിക്കുകയാണ്, ഈ ആമർ ഈ ചുറ്റിക ഇങ്ങോട്ട് ഈ സയനൈഡ് കുപ്പിയുടെ മുകളിൽ വീഴും. റേഡിയേഷൻ സംഭവിക്കുമ്പോഴാണ് ഈ ചുറ്റിക ഫ്രീ ആവുക. ഓക്കെ, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് അതാണ്. റേഡിയേഷൻ എപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്നോ അപ്പോൾ എന്ത് ചെയ്യും, ഈ ചുറ്റിക എന്ത് ചെയ്യും, സിഗ്നൽ സ്വീകരിച്ചിട്ട് ഫ്രീ ആവും. അപ്പോൾ ഈ സയനൈഡ് കുപ്പിയിൽ വീഴും, സയനൈഡ് ശ്വസിച്ചുകൊണ്ട് പൂച്ച മരിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇവനെ ഒബ്സർവ് ചെയ്യാൻ പാടില്ല. ഈ ബോക്സിനകത്ത് എന്താ നടന്നത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഇവൻ മരിച്ചിട്ടുണ്ടോ, പൂച്ച മരിച്ചിട്ടുണ്ടോ, പൂച്ച ലൈവാണോ, ഇറ്റ് ഈസ് ലൈവ് ഓർ അത് ലൈവ് ആണോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത സമയത്ത്. അപ്പം പൂച്ച ബോക്സ് ഒക്കെ തുറന്നു നോക്കിയപ്പോൾ സ്ക്രോഡിഞ്ചറിന്റെ പൂച്ച ഇത് ഒബ്സർവ് ചെയ്യാത്ത സമയത്ത് ഇതിന് മൾട്ടി സ്റ്റേറ്റ് ആണെന്ന് പറയാം. അപ്പം പക്ഷെ റേഡിയോ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ ഇത് ഈ ചുറ്റിക സയനൈഡ് കുപ്പിയുടെ മുകളിൽ വീഴും, പൂച്ച മരിക്കും. ഓക്കെ, പക്ഷെ ക്വാണ്ടം മെക്കാനിക്കലി ഈ പൂച്ചക്ക് 2 സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന്, ഇത് പൂച്ചക്ക് എന്ത് ചെയ്യാൻ പറ്റിയാണ്, പൂച്ചക്ക് ഐദർ ലൈവ് ഓർ നോൺ ലൈവ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കലി. പക്ഷെ ഇത് നമ്മുടെ സെൻസ് ഓഫ് തിങ്കിങ്ങിന് എന്തല്ല, നമ്മുടെ സെൻസ് ഓഫ് തിങ്കിങ്ങിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കലി ക്വാണ്ടം തിയറി പറയുന്നത് പൂച്ചക്ക് 2 സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന്, അതായത് നമ്മൾ നോക്കാത്ത സമയത്ത് നമ്മൾ ഈ സാധനം തുറന്നു നോക്കുമ്പോഴാണ് അത് ഒന്നില്ലെങ്കിൽ ചാവുന്നത്, അതല്ലെങ്കിൽ ചാവാതിരിക്കുന്നത്. ഓക്കെ, അതിന്റെ സമയത്ത് അത് ചത്തിട്ടുമില്ല, ചാവാത്ത അവസ്ഥയല്ല, ചാവുന്ന അവസ്ഥയല്ല, അതിന് വേറെന്തോ സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്തരം സിറ്റുവേഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതിപ്പോ ഒരു ഈ തിയറി ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ടായി കാണും. ഓക്കെ, പക്ഷെ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് ടോക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓൺലി അബൌട്ട് പ്രോബബിലിറ്റീസ് ആണ്. ഓക്കെ, probabilities of finding particle in a box, probability of existing in that energy state. ഓക്കെ, അപ്പം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ അവതാർ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് അതിൽ വേറൊരു ലോകമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലോകം ഉണ്ടോ, ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലോകം, ആ ലോകത്ത് അങ്ങനെ ഒരു ലോകം ഉണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവിടുത്തെ ടൂൾസ് വേണം നമുക്ക്. അപ്പൊ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് എ പ്യുവർ മാത്തമാറ്റിക്കൽ ഫീൽഡ് ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ബേസിക് മാത്തമാറ്റിക്കൽ ടൂൾസ് വേണം. അപ്പോൾ അതിൽ മൊമെന്റം ഓപ്പറേറ്റർ വേണം, പൊസിഷൻ ഓപ്പറേറ്റർ വേണം, അതല്ലെങ്കിൽ എനർജി ഓപ്പറേറ്റർ വേണം. അപ്പോൾ അതിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് വേണം, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വേണം, ആൻഡ് ഈ സ്റ്റേറ്റ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് വേണം. ഓക്കെ, നമ്മളിപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും ഒക്കെ വെച്ച് നിൽക്കുകയായിരുന്നു. ഇനി ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ മാറുക. ഓക്കെ, അവിടെ നമുക്ക് അതിനെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ച എന്ന് പറഞ്ഞൊരു അക്ഷരം കണ്ടു. ഓക്കെ, ച എന്ന് പറഞ്ഞൊരു അക്ഷരം, അതെങ്ങനെ നമുക്ക് ച ആണെന്ന് മനസ്സിലായത്, നമ്മൾ നമ്മൾ ആരോ പഠിപ്പിച്ചു, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ പഠിച്ചു, നമ്മളിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു മാത്തമാറ്റിക്കൽ ടൂൾ ബോക്സ് തുറക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പുതിയൊരു മാത്തമാറ്റിക്കൽ ടൂൾ ബോക്സ് തുറക്കുകയാണ്. ആ ടൂൾ ബോക്സിൽ കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, കുറേ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ വരികയാണ്. അതാണ് ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും, ഓക്കെ, ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും ഒന്നും ഉണ്ടാവില്ല. അവിടെ ψ1, ψ2, ഓക്കെ, ψ3, ഓക്കെ, ഡിഫറെന്റ് സ്റ്റേറ്റ് വെക്ടേഴ്സ് ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ψ4, ഓക്കെ, ഇങ്ങനെയുള്ള കുറേ
കെറ്റ് ബ്രാ നൊട്ടേഷൻസ് ഒക്കെ വരും. അപ്പോൾ അതിന് ഇവയെ നമ്മൾ, പക്ഷെ ഇതിനൊരു അനോളജി ഉണ്ട്. അനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു സ്കേലാർ പ്രൊഡക്റ്റ് A.B എന്ന് പറയും. ഇവിടെ അതിന് പകരം മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക, psi1 psi2. ഇതിനെ നമ്മൾ ഇവിടെ സ്കേലാർ പ്രൊഡക്റ്റിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണിത്. ഓക്കെ ഓക്കെ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഡിഫറെൻറ്റ് നമ്മൾ പുതിയൊരു ലോകത്തേക്ക് പോവാണ്. അവിടെ നമുക്കത് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ അപ്പം കാര്യം ഇതിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫൗണ്ടേഷൻ തന്നെ എന്താണ്, നമുക്ക് വിശ്വാസമില്ലാത്ത കാര്യമാണ്. എന്താ കാര്യം? ആൻ ഇലക്ട്രോൺ ക്യാൻ ബി അറ്റ് ദ പിന്നെ നമ്മളിപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയും. സോറി, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയും. എന്താ കാര്യം? പർട്ടിക്കുലർ സമയത്ത് ടി ഈക്വൽ ടു ഇവിടെയാണ്. ഒരു പർട്ടിക്കുലർ സമയത്ത് ടീക്കിൽ ഇവിടെയും വസ്തുവിനെ കാണാം, ഇവിടെയും വസ്തുവിനെ കാണാം. ഓക്കെ, ഒരേ സമയത്ത് രണ്ട് അല്ലേ, ഇതിനെങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, ഒരു വസ്തുവിന് രണ്ട് പൊസിഷൻ അറ്റ് എ ടൈം. ബട്ട് ക്വാണ്ടം മെക്കാനിക്കലി ഇറ്റ് ഈസ് പോസിബിൾ വെൻ യു ആർ നോട്ട് ഒബ്സർവിങ് ദാറ്റ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നോക്കുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന് 1, 2, 3, 4, 10 അവസ്ഥകൾ. ഓക്കെ, അപ്പോൾ അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ്. അപ്പോൾ അത് വിശ്വാസമില്ലെങ്കിൽ അത് വിശ്വസിക്കണം. അത് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ബാക്കി ഓപ്പറേറ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന വെറുതെ ആവും. ഓക്കെ, ബട്ട് ദ എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് ആർ, എക്സ്പെരിമെന്റൽ റിസൾട്ടുകളൊക്കെ, അതിനെ ബേസ് ചെയ്തുണ്ടാക്കുന്ന എക്സ്പെരിമെന്റൽ റിസൾട്ടുകളൊക്കെ നമ്മുടെ സെൻസ് ഓഫ് ഫീലിങ്ങിന് ആപ്റ്റു ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ടൂൾസ്. ഓക്കെ, അതിലുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് നൊട്ടേഷൻസ്, എന്താണ് ഇന്നർ പ്രൊഡക്റ്റ്, എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഓക്കെ, ഒരു സൈനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വേവ് ഫംഗ്ഷനെ. പിന്നെ ഹയർ ലെവൽ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് വരെ പോവും. ഓക്കെ, നമുക്കത്ര ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ടെല്ലാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. അപ്പം ദിസ് ഓൾ അബൌട്ട് ദിസ് ബേസിക് ക്വാണ്ടം മെക്കാനിക്സ്, ഒറിജിൻ ഓഫ് ക്വാണ്ടം തിയറി. ഇനി നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആയിരിക്കും അടുത്ത ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും 1 മിനിറ്റ്, ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.